ഉണ്ടായി. ഇന്ദിരാഗാന്ധി പറയും ദി ഇൻഫ്ലുവൻസ് ഓഫ് ഇസ്ലാമിക് സെയിൻസ് ആൻഡ് ഡിവൈൻസ് വാസ് മച്ച് മോർ റെസ്പോൺസിബിൾ ഫോർ ദി സ്പ്രെഡ് ഓഫ് ദർ ഫെയ്ത്ത് ഇൻ ഇന്ത്യ ദാൻ ദി പൊളിറ്റിക്കൽ പവർ ഓഫ് ദ റൂളേഴ്സ്. ഇവിടെ ഭരിച്ച ഭരണാധികാരികളെക്കാൾ ഇസ്ലാമിനെ രാജ്യത്ത് പരത്താൻ ശ്രമിച്ചത് പുണ്യവാളന്മാരായ ദിവ്യന്മാരായ ഔലിയാക്കന്മാരാണ്. ഔലിയ എന്നവർ പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ സംശയിക്കേണ്ട. അവരുടെ പുറകെ പറയുന്നു സെയിൻസിലേക്ക് നിസാമുദ്ദീൻ ഔലിയ, ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി and Baba Farid had profound influence of leaders of thought in Delhi and also on the common people. ഈ പറഞ്ഞ നിസാമുദ്ദീൻ ഔലിയ, ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി, ബാബ ഫരീദ്, ആകപ്പാടെ എനിക്ക് ഖാജ മൊയ്നുദ്ദീനെ മാത്രമേ അറിയത്തുള്ളായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഔലിയാക്കന്മാരൊക്കെ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ട് പഠിച്ചു. ഇന്ദിരാഗാന്ധി, ഞാൻ ഇന്നലെ തമാശ പറഞ്ഞു, ഇന്ദിരാഗാന്ധി ശൂന്യമായിട്ടൊന്നും അല്ല, അവർ വസ്തുത പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഔലിയാക്കന്മാർക്ക് സാധാരണക്കാരുടെ ഇടയിലും ബുദ്ധിജീവികളുടെ ഇടയിലും വലിയ സ്വാധീനമുണ്ടായിരുന്നു. അവരാണ് ഈ രാജ്യത്ത് ഇസ്ലാമിനെ പരത്തിയത്, ഭരണാധികാരികളല്ല. അപ്പോൾ എല്ലായിടത്തും സഹിഷ്ണുതയാണ് മുസ്ലിങ്ങൾ. ഇവിടെ 1000 കൊല്ലം ഭരിച്ചിട്ട് അവരുടെ ഭരണമിഷണറി ഉപയോഗിച്ച് അവരുടെ അവിടുത്തെ ഒറിജിനാലിറ്റി ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളൊരു മുൻതൂക്കം വരാൻ ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ട്? മുസ്ലിങ്ങളുടെ സ്വഭാവം അതാണ്. അവരെ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത സ്ഥലമല്ല, ഭരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സിന്ധിൽ മുഹമ്മദ് ഖാസിമിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഭരണം. 3 കൊല്ലം ഭരിച്ചിട്ട് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ആരാധിച്ചു കളഞ്ഞു പാവപ്പെട്ട ഹിന്ദുക്കൾ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്, പിടിച്ചെടുത്തതല്ല. അപ്പോൾ ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവരെ നശിപ്പിക്കുന്നത്, ശ്രമിക്കുന്നത് ഇസ്ലാമിന് ഭൂഷണമല്ല. അതുകൊണ്ട് അതിനുവേണ്ടി യാതൊന്നും ചെയ്തിരുന്നില്ല. ഇതെല്ലാം അവർ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഔലിയാക്കളാണ് ഈ രാജ്യത്ത് മുസ്ലിങ്ങളെ ഈ സ്വാധീനം പരത്തിയത്, ഭരണാധികാരികളല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിച്ച് നോക്കിയത്. അവരിവിടെ വരുമ്പോൾ വെറും വിരിച്ച് നിസ്കരിക്കാനുള്ള ആ ഇതൊന്നും കേത്തരുവേ ഉള്ളെങ്കിൽ ഭക്ഷണം എങ്ങനെയെന്നായിരിക്കും ഇപ്പോൾ നിങ്ങളെല്ലാം ചിന്തിക്കുന്നത് അല്ലേ? അതൊക്കെ എങ്ങനെ ജീവിക്കണ്ടേ? അതിനവർക്ക് ഇൻ്റർനാഷണൽ ബാങ്കുകളിലൊക്കെ അക്കൗണ്ടുണ്ട് അല്ലേ? ഇപ്പോൾ യൂസുഫ് അലി സാഹിബ് നമ്മൾ മക്കത്ത് പോകുന്ന പോലെയാണ്. മക്കത്ത് പോയാൽ നമ്മളെന്തെല്ലാം കൊണ്ടുപോകും, പൊടിയരി കൊണ്ടുപോകും, നെടിയരി കൊണ്ടുപോകും.